ബ്രോ ഷമീർ എന്നാ വരുന്നേ മുത്തേ. അതായത് ഒന്നാമത് ചെറിയ സൗന്ദര്യപ്പണക്കുണ്ട്. അതായത് പിന്നെ നീ അതിപ്പം 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല, നീ ചെറിയ തീരെ പറ്റൂല, അവസാനം കുണച്ചോണ്ടിരിക്കുന്ന വേറെ വഴിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു പൊട്ടിക്കൽ ഒട്ടിച്ചാൽ മതി. അന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ കൂട്ടുകാരന്മാരുടെ ഇടയിലും അങ്ങനെ ചിലപ്പോൾ നമ്മൾ കളിയാക്കൊക്കെ ചെയ്യും, നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്താൽ മതിയടാ. പിന്നെ തീരെ പറ്റൂല, അവസാനം കുണച്ചോണ്ടിരിക്കുന്ന വേറെ വഴിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു പൊട്ടിക്കൽ ഒട്ടിച്ചാൽ മതി. അതുവരെ എന്താക്കാന്നറിയാം, ഒഴിവാക്കി നിൽക്കുക. കാരണം നമുക്ക് ഞാൻ അതുകൊണ്ടാണ്. പിന്നെ ചാറ്റ് പറയുന്ന തമാശക്കായിരിക്കും അല്ലേ, സീരിയസ്ലി ഒന്നുമല്ലല്ലോ പറയുന്നത്. താങ്ക് യു ബ്രോ ഷമീർ എന്നാ വരുന്നേ മുത്തേ. ഞാൻ ഇനി എന്താക്കുന്നത്, ഞാൻ ഒരു പേപ്പറിൽ ഒരു A4 ഷീറ്റിൽ എഴുതാം. അതായത് ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് ഇതേപോലെ പേപ്പറിൽ എഴുതാം. എന്നിട്ട് ഞാനിവിടെ കെട്ടി തൂക്കാം, ഷമീറുമായിട്ട് ഞങ്ങൾ ഒരു ഇഷ്യൂവും ഇല്ല, ഒരു സീനും ഇല്ല, ഷമീർ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുന്നതാണ്, ഒരു സൗന്ദര്യപ്പണക്കം മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ എഴുതാ ഇവിടെ. എന്നിട്ട് പറയാം, എടാ ആരെങ്കിലും ജസ്റ്റ് കേട്ട ആൾക്കാരുടെ പറമുത്തേ. പിന്നെ എനിക്കറിയാം ഈ കമൻറ്റിൽ വരുന്ന ആൾക്കാരൊന്നും സത്യം പറഞ്ഞാൽ ഒരു സീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നൊന്നല്ല. നിങ്ങൾക്കും അറിയാം ഒരു പ്രശ്നമില്ല, ഒരു സീനും ഇല്ല, നമ്മൾ സൗന്ദര്യപ്പണക്കം മാത്രമേ ഉള്ളൂ എന്ന് ആ കാര്യം നിങ്ങൾക്കും അറിയാം. പിന്നെ നിങ്ങൾ വെറുതെ എന്താക്കുന്നത്, എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ ചോദിക്കുന്നതല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒരു സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ പെറ്റ ഉമ്മ സത്യം ഞാൻ പറയാം, ഒരു സീനും ഇല്ല. അതായത് ഒന്നാമത് ചെറിയ സൗന്ദര്യപ്പണക്കുണ്ട്. അതായത് പിന്നെ നീ അതിപ്പം 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല, നീ നമ്മളിപ്പം വീട്ടിൽ സ്വാഭാവികമായിട്ട് ഒരു ഏട്ടനും അനിയനായിട്ട് ഇല്ലെങ്കിൽ 2 ബ്രദർമാരായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ സൗന്ദര്യപ്പണക്കുണ്ടാവും, അത്ര മാത്രമേ. അല്ലാണ്ട് വേറെ എന്താടാ, വേറെ ഒന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എന്താ പറയുക, നിങ്ങളിങ്ങനെ ഇത് കമൻറ്റും പിന്നെ നമ്മളിപ്പോൾ ഒരു ഷമീർ ആയാലും നമ്മളായാലും റീലിട്ട് കഴിഞ്ഞാൽ റീലിൻ്റെ അടിയിൽ വന്നിട്ട് എന്താണ് തൊപ്പി എക്സ് ഷമീർ ഇഷ്യൂ എന്താണ് MRC ഇങ്ങനെ കിക്ക് ചെയ്ത് ഇങ്ങനെ ഓരോന്നും പറയരുത് വന്നിട്ട്. കാരണം സത്യം പറഞ്ഞാൽ സീന് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളായിട്ട് ഒരു സീനോ കാര്യങ്ങളോ. എൻ്റെ ഉമ്മ സത്യം ഇന്നും കൂടി ഞാൻ കോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരു സീനും ഇല്ല, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. കോൾ അസ്പാക്ക് പറയുന്നുണ്ട്, അസ്പാക്ക് മുകളിൽ സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒന്നുമില്ല, ഇന്ന് ഗ്യാങ് ഞാൻ ഓൾറെഡി മമ്മൂനെ കൊണ്ട് അസ്പാക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾ പറയും ആരെ പിന്നെ ആവുകയാണ്ട ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പറയും അവരെ വിളിക്ക്. ഒന്നുമില്ല, ഞാൻ പറയില്ല, ഇന്ന് ജസ്റ്റ് ഞാൻ ഇന്ന് വ്യൂസ് ഒന്നും നോക്കുന്നില്ല, എത്ര ആൾ കയറുന്നുണ്ടെന്നോ ഇല്ലെങ്കിൽ എത്ര ആൾ ലൈവ് കാണുന്നുണ്ടെന്നോ അതൊന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പിന്നെ ഈ കൺസിസ്റ്റൻസി അങ്ങ് ചെയ്തു പോകാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് ചെയ്യുന്നത്. പരിപാടികളൊക്കെ ഉണ്ട്, നോക്കിയിട്ട് പറ എന്തൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ. കുറേ ദിവസമായി ഓൾറെഡി ലൈവിൽ ഞാൻ വന്നിട്ട്, അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് കറൻലി അറിയില്ല. പറടാ കാര്യം പറടാ. എല്ലാവരും ഷമീർ ഞാൻ പറഞ്ഞില്ലേ, ഷമീറിൻ്റെ കാര്യം പറഞ്ഞില്ലേ. കോൾ ഷമീർ. എടാ ഓൻ ആദ്യം ഫോൺ എടുക്കുകയാണ്, അവനക്ക് ഫോൺ എടുക്കുന്നതുകൊണ്ട് ഒരു മടിയില്ലേനു. നിങ്ങൾ പറഞ്ഞു ഓനക്ക് മൊത്തത്തിൽ എന്തോ ആയി. അതായത് നിങ്ങൾ ഓനെന്തോ പിന്നെ താഴെ ഒരു ഇതുപോലെ, അതായത് ഓനെ മിസ്സും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. ഈ മിസ് ചെയ്യുന്ന ആൾക്കാരെന്തോ ഓനെ പിന്നെ ഹെയ്റ്റ് കൊടുക്കുന്ന രീതിയിലും കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഓനക്കെന്തോ മടിയായി ഇപ്പോൾ ലൈവിൽ കോൾ എടുക്കേണ്ടിയിട്ട്. എൻ്റെ ഉമ്മ സത്യം പറയാം, ഞാനിപ്പോൾ കുറച്ചും കൂടി ഞാൻ സംസാരിച്ചുള്ളൂ, ഒരു സീനുമില്ല, സാധാ രീതിയിൽ തന്നെ. പിന്നെ നോമ്പും റമദാനൊക്കെ ആയതുകൊണ്ട് ഓൻ പണ്ട് മുതലേ ദുബായിലാണ്, നിങ്ങൾക്ക് അറിയാലോ. അവൻ ദുബായിൽ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കൊക്കെ ലൈവിൽ വരുന്നത്. ഇവിടെ വന്നിട്ടും കൺസിസ്റ്റൻ്റ് ലൈവ് ചെയ്ത് അതിൻ്റെ ഇടയിൽ നിന്ന് വീട്ടിലേക്കൊന്നും സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കാൻ പോകുന്ന പറ്റില്ല. നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം വീട്ടിൽ വരും. അപ്പോൾ ഓൻ പറഞ്ഞ റമദാൻ്റെ സമയത്ത് നാട്ടിൽ തന്നെ നിൽക്കാനുള്ള രീതിയിലോ നിന്നത്. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ആരുമില്ല. ഇതെന്താടാ MRC തൊപ്പി ഏതൊരു ഫാൻ പേജ് ആണ് ജാസി എന്ന് പറഞ്ഞിട്ട് ആംഗ്രീൻ്റെ കുറേ ഇമോജി ഇട്ടിട്ടുണ്ട്. എൻ്റെ മുത്തേ, നീ ആംഗ്രീൻ്റെ ഇമോജി വന്നിട്ടൊരു കാര്യമല്ല. തെക്കു ഐസ്ലാൻഡ് കളിക്കുമെന്ന് പറയുന്നുണ്ട്. നോക്കിയിട്ട് കളിക്കടാ. ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി, അന്ന് കളിക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ശേഷമാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത്. റാംബോ ലൈവ് എന്നാണ്, റാംബോൻ ലൈവ് അറിയില്ല. ഇപ്പം മൊത്തത്തിലില്ല, ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ള അവരെല്ലാവരും. അപ്പോൾ പിന്നെ എനിക്ക് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഗ്യാങ് ഹൗസിൽ കറൻലി ആരുമില്ല, അഷ്പാക്കും മമ്മു കിടന്നുറങ്ങാണ്. നമ്മളിവിടെ എല്ലായിരുന്നു, നമ്മളറിയാലോ 2-3 ദിവസം IR-ലായിട്ട് മമ്മൂൻ്റെ IR-ലായിട്ട് നമ്മൾ മലപ്പുറം പോയി, കോഴിക്കോട് പോയി, മലപ്പുറത്ത് നമ്മൾ കർമ്മ റോഡ് നൈസായിരുന്നു, കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ സ്ട്രീറ്റ് ഫുള്ള് ഫാമിലി കുട്ടികൾ എല്ലാവരും. കർമ്മ റോഡത്തെ പൊന്നാനിത്തെ മലപ്പുറത്തൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്.